إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആജ്ഞാനുരോധങ്ങൾ പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അവൻ്റെ തൃപ്തിക്ക് കാരണമായി തീരുന്ന വിധം ക്രമപ്പെടുത്തി ജാഗ്രതയോടുകൂടി ജീവിക്കണമെന്ന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മളൊരു കഠിനമായ പരിശീലനത്തിലായിരുന്നു. ആ പരിശീലനത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക എന്നതാണ്. അള്ളാഹുവെ സൂക്ഷിച്ച് അനുസരിച്ച് അവൻ്റെ തൃപ്തിയിലേക്ക് കൂടുതൽ ചേർന്നു നിന്ന് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും അതുവഴി പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും വേണ്ടിയുള്ള അതിനെ നമ്മെ സ്വയം ഒരുക്കുന്ന ഒരു വലിയ പരിശീലനം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാനിൽ ജീവിച്ചിരിക്കാനും ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും അത് പൂർത്തീകരിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മൾ. പക്ഷേ ഈ റമദാൻ നമുക്ക് ഓരോരുത്തർക്കും എത്ര ഫലം ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ നമ്മളോട് ചോദിച്ച് ആത്മപരിശോധന നടത്തേണ്ടുന്ന വിഷയവും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണേണ്ടുന്ന സംഗതിയുമാണ്. ഒരു പരിശീലനത്തിൻ്റെ ഫലം അതിനുശേഷമാണ് അനുഭവപ്പെടേണ്ടത്. അതുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതം നമ്മുടെ ഈ പരിശീലനത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്ന രീതിയിൽ ആയിത്തീരാനാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഒരു റമദാൻ വരേക്കുള്ള നമ്മുടെ ഈമാനികമായ കരുത്ത്, ഇന്ധനം, നമ്മുടെ മനസ്സിന് ആവശ്യമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ഭയം, ഓർമ്മ എല്ലാം നിലനിർത്താൻ സാധിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുക. എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ഒരിക്കൽ അല്ലെങ്കിൽ കുറച്ച് സമയം, കുറച്ച് കാലം അനുഷ്ഠിക്കുന്നു എന്നതിനേക്കാൾ അള്ളാഹുവിന് തൃപ്തികരമായ മാർഗത്തിൽ ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കാൻ സാധിക്കുക, ഉറച്ചു നിൽക്കുക, സ്ഥിരത ഉണ്ടാവുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് എന്ന് ഉറപ്പുവരുത്താനും നമ്മൾ ഈ ഒരു മാസം കൊണ്ട് നേടിയെടുത്ത നന്മകൾ, നമ്മൾ പ്രത്യേകമായി തുടങ്ങി വെച്ച നല്ല ശീലങ്ങൾ, നമ്മുടെ ആരാധനകളിലും ഇബാദത്തുകളിലും അദ്കാറുകളിലും ഒക്കെ നമ്മൾ സ്വീകരിച്ചിരുന്ന കൂടുതലുള്ള ശ്രദ്ധ, ഉത്സാഹം, ഇതൊക്കെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. കാരണം കാര്യങ്ങളുടെ പര്യവസാനം അത് നമ്മെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമായി വേർതിരിക്കുമ്പോഴാണ്, അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കേണ്ടത്. സ്വഹാബത്ത് റമദാനിന് ശേഷം പറയാറുണ്ടായിരുന്നതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു കാന യഖൂലു ഫി ആഖിരി റമദാൻ, റമദാൻ അവസാനിക്കുമ്പോൾ അവരിങ്ങനെ പറയും, മൻ ഹാദൽ മഖ്ബൂലു മിന്നാ ഫനുഹന്നിഹി ഇദാ
നമ്മളിൽ നിന്ന് ആരാണോ സ്വീകരിക്കപ്പെട്ടത്, ആരുടെ പ്രവർത്തനങ്ങളാണോ അല്ലാഹുവിങ്കൽ മഖ്ബൂലായിട്ടുള്ളത്, അവന് മംഗളാശംസകൾ. എന്നാൽ ആരാണോ വമൽ മഹ്റൂമു മിന്ന ഫനുഅസ്സിയഹു, നമ്മൾ തടയപ്പെട്ട ആളുകൾ, അവർക്ക് അനുശോചനം. കാരണം വലിയൊരവസരം നഷ്ടപ്പെടുത്തിയ ആളുകളാണ് അവർ. എന്നിട്ടവർ ആ റമദാനിലെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അടുത്ത 6 മാസക്കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ കൃത്യമായി നിർണ്ണയിക്കപ്പെടുന്ന സന്ദർഭം അത് പരലോകത്ത് വെച്ചാണ്. അവിടെ അല്ലാഹു പറയുന്നു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവരാകുന്നു വിജയികൾ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മെ വഞ്ചിച്ചു കളയുന്ന ഒരു വിഭവം മാത്രമാണ്. ഈ കാര്യം നമ്മളിപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം റമദാനിൽ നമ്മൾ പരലോകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പരലോകത്തേക്ക് അടുക്കാനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്ത ആളുകളാണ്. ആ പരിശീലന കാലം കഴിഞ്ഞ് നമ്മൾ ദുനിയാവിൻ്റെ സാധാരണമായ ജീവിതക്രമങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഒരു വഞ്ചനയായി, പ്രലോഭനമായി, ആകർഷണമായി നമ്മുടെ മുമ്പിലുണ്ടാകും. പിശാചുക്കൾ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു മാസം കഴിഞ്ഞു. ഇനി അവർക്ക് കുറച്ചുകൂടി നമ്മെ സ്വാധീനിക്കുവാനുള്ള സൗകര്യമുള്ള കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള, ദുശ്ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള, അശ്രദ്ധയിലേക്ക്, അലസതയിലേക്ക് ഒക്കെ മടങ്ങാനുള്ള പ്രവണത സ്വാഭാവികമായി ഉണ്ടാകും. അവിടെ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിലേക്കുള്ള അടുപ്പം, അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ തുടരണം. ഫസ്തഖിം കമാ ഉമിർത്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ കൽപ്പിക്കപ്പെട്ട വിധം നേരെ ചൊവ്വ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. വമൻ താബ മഅക, അതോടൊപ്പം തന്നെ താങ്കളോടൊപ്പം പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ള ആളുകളും അവരും അപ്രകാരം ഉറച്ചു നിൽക്കട്ടെ. വലാ തത്ഗൗ, നിങ്ങൾ അതിക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ പാടില്ല. ഇന്നഹാ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു അറിയുന്നവനാകുന്നു. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഹിജ്റിൽ കാണാൻ സാധിക്കും, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. ഏതുവരെ? ഹത്താ യഅതിയകൽ യഖീൻ, യഖീനായ ദൃഢമായ ഒരു കാര്യത്തെ നീ കണ്ടുമുട്ടുന്നത് വരെ. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഉറപ്പിച്ച് കാത്തിരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഗതി മരണമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന യഖീൻ. അല്ലാതെ ചില ആളുകൾ, സൂഫിയാക്കളൊക്കെ പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളൊക്കെ ഒഴിവാക്കി വേറെ ചില ഹാലുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അവർ പറയും, അയാൾ യഖീൻ എത്തിയ ആളാണ്, അതുകൊണ്ട് ഇനി ഇബാദത്തിൻ്റെ ആവശ്യമില്ല എന്ന്. അങ്ങനെ ഒരു യഖീൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ആ റസൂലിനോടാണ് അള്ളാഹു പറയുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ശ്വാസം വരെയും ആ ഇബാദത്തുകളിലും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ഇതാഅത്തിലും അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലുമായി തന്നെ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കുകയും അത് നമ്മെ ഒരു വസിയത്ത് എന്ന നിലക്ക് നമസ്കാരത്തിന്റെ വിഷയം പോലും മരണാസന്ന വേളയിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് മരണം വരെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കുക, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ വീഴ്ച വരുത്താതെ നോക്കുക എന്നത് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്തോഷ വർത്തമാനങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. സൂറത്ത് അഹ്ഖാഫിൽ കാണാൻ സാധിക്കും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണോ അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും എന്നിട്ട് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. എന്താ അള്ളാഹു റബ്ബാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിൽ ഇസ്തിഖാമത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റബ്ബാണെന്ന് സമ്മതിച്ചാൽ മതിയോ? അള്ളാഹു റബ്ബാണെന്ന സമ്മതത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി ഘട്ടം ഘട്ടമായി വേണ്ടപ്പോ വേണ്ടത് തന്ന് വളർത്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുനിമിഷങ്ങളിലും നമുക്ക് വേണ്ടതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ നമ്മളെ കാത്തു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ മേൽ എല്ലാവിധത്തിലുള്ള പരമാധികാരവുമുള്ള നമ്മുടെ യജമാനൻ, നമ്മുടെ രക്ഷിതാവാണ്. അങ്ങനെയുള്ള റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നൊരാള് അംഗീകരിച്ചാൽ പിന്നെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ശ്വാസത്തിലും ആ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് റബ്ബ് അള്ളാഹുവാണ് എന്ന പ്രഖ്യാപനത്തിന്റെ താല്പര്യം. അതിലൊരാൾ ഉറച്ചു നിന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവന് ഭയപ്പെടേണ്ടി വരികയില്ല. വലാ ഹും യഹ്സനൂൻ, അത്തരം ആളുകൾക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. കാരണം എന്താ? ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. ഖാലിദീന ഫീഹാ, അതിൽ അവർ സ്ഥിരവാസികളായിരിക്കും. ജസാഉൻ ബിമാ കാനൂ യഅമലൂൻ, ജസാഉൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി
അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. വെറുതെ റബ്ബല്ലാണെന്ന് പറഞ്ഞിട്ട് അവനവന്റെ ഇഷ്ടത്തിന് ജീവിച്ചതിനല്ല, മറിച്ച് റബ്ബിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചതിന് പകരമായി, യഥാർത്ഥത്തിൽ പ്രവർത്തനത്തിന് പകരമായി കിട്ടാവുന്ന ഒന്നല്ല സ്വർഗമെന്ന് നമ്മൾ പലവരും മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അയാളുടെ അമലിന് പകരമായി ഒരിക്കലും സ്വർഗം ലഭിക്കുകയില്ല. കാരണം എന്താ? അത്രയും അമലെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. പിന്നെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അങ്ങനെ അള്ളാഹു നൽകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അമല് ചെയ്തിരിക്കണം. അമല് ചെയ്യാത്തവന് അള്ളാഹു പ്രതിഫലം നൽകുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, അഅ്മാലു സ്വാലിഹ, അത് നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുഫിയാൻ ഇബ്നു അബ്ദുള്ള അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഖാല ഖുൽതു, ഞാൻ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. എങ്ങനെയുള്ള കാര്യമായിരിക്കണം? എനിക്ക് പിന്നീട് അതേക്കുറിച്ച് താങ്കളോടല്ലാതെ ആരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ ഇങ്ങനെ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക. പിന്നെയോ സുമ്മസ്തഖിം, പിന്നെ നീ ആ പറഞ്ഞതിൽ നേരെ ചൊവ്വെ സ്ഥിരതയോടുകൂടി നിലനിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാതെ, ഇടക്ക് വെച്ച് വഴിമാറാതെ, അള്ളാഹുവിലുള്ള ഈമാനിൽ അതിനനുസരിച്ചുള്ള നിലപാടുകളിൽ നീ സ്ഥിരമായി ഉറച്ചു നിൽക്കുക. ഇതാണ് ഇസ്ലാമിന്റെ ആകത്തുക. ഇതാണ് ഇസ്ലാമിന്റെ ആകത്തുക. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കീഴൊതുങ്ങി ജീവിതാവസാനം വരെ ഉറച്ചു നിൽക്കുക, അവന് വഴിപ്പെട്ട് ജീവിക്കുക. ഇതാണ് ഇസ്ലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അദ്ദേഹത്തിന് ഏറ്റവും സംക്ഷിപ്തമായി പറഞ്ഞു കൊടുത്ത സംഗതി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, قال رسول الله صلى الله عليه وسلم لا يستقيم إيمان عبد حتى يستقيم قلبه. ഒരാളുടെയും ഈമാൻ സ്ഥിരപ്പെടുകയില്ല അവന്റെ ഹൃദയം സ്ഥിരപ്പെടുവോളം. ഹൃദയമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരളവോളം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, മസ്തിഷ്കവും അതുപോലെ ഹൃദയവും. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്ന, നേരെ നിർത്തുന്ന ഘടകം അത് കൽബാണ്. അള്ളാഹു പറഞ്ഞല്ലോ, കണ്ണുകളല്ല, മറിച്ച് അവരുടെ ഹൃദയങ്ങളിലുള്ള കൽബുകൾക്കാണ് അന്ധത ബാധിച്ചത് എന്ന് കാഫിറുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സുകളിലാണ് വെളിച്ചമുണ്ടാകേണ്ടത്, അവിടെയാണ് വിശ്വാസം സ്ഥിരപ്പെടേണ്ടത്. അവിടെ സംശയങ്ങൾ നീങ്ങണം. സംശയങ്ങളോടുകൂടി ഒരാൾക്ക് ഈമാൻ കൊണ്ട് നടക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കണം, തെളിവുകൾ മനസ്സിലാക്കണം, സംശയങ്ങൾ ദൂരീകരിക്കണം. എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി എല്ലാതും കേട്ട് അവസാനം അതാണോ ശരി, ഇതാണോ ശരി എന്ന വ്യക്തതക്കുള്ള പ്രമാണങ്ങളെയും അതിനുള്ള അടിസ്ഥാനങ്ങളെയും അവലംബിക്കാതെ അവനവന്റെ ബുദ്ധിയിലിട്ട് കേൾക്കുന്നതെല്ലാം ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ സംശയത്തിലും അതുപോലെ തന്നെ വിശ്വാസ ദുർബലതയിലുമാണ് എത്തിച്ചേരുക. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിനൊരു സ്ഥിരത വേണം. അതിന് അവൻ അറിവ് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന വാക്യം ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം നീ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നാണ്, അത് ഗ്രഹിച്ചിരിക്കണം. അള്ളാഹു മാത്രമാണ് ഏകനായ ഇലാഹ്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന വസ്തുത നീ ശരിക്ക് മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കണമെന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അങ്ങനെ മനസ്സിന് തൃപ്തി ലഭിക്കുന്ന വിധം പ്രമാണങ്ങൾ മനസ്സിലാക്കി സംശയങ്ങൾ ദൂരീകരിച്ച് നമ്മുടെ ഖൽബിൽ വിശ്വാസത്തെ ഉറപ്പിക്കണം. അല്ലാതെ ഒരാളുടെ വിശ്വാസം ഒരിക്കലും നിലനിൽക്കുകയില്ല. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ടോ എല്ലാവരുടെയും കൂടെ അങ്ങനെ നടക്കുന്നത് കൊണ്ടോ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ, അവിടുത്തെ പള്ളിയിൽ അവരോടൊപ്പം 5 നേരം ജമാഅത്തിന് വന്നിരുന്ന മനുഷ്യരിൽ പലരും മനസ്സിൽ കുഫർ ഒളിപ്പിച്ചു വെച്ചിരുന്ന മുനാഫിക്കുകളായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മനസ്സിൽ ഈമാനിനെ സ്ഥിരപ്പെടുത്തുക. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരാളുടെ മനസ്സ് നേരെ നിൽക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവന്റെ നാവും നേരെ നിൽക്കണം. നമ്മുടെ സംസാരം അതിൽ നന്മയുണ്ടാകണം. ആ ചോദ്യങ്ങളിൽ സത്യം അറിയണമെന്ന ആഗ്രഹം ഉണ്ടാകണം. അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നശിപ്പിച്ചു കളയുന്ന വഴിവിട്ട വിനോദങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ നാവിനെ, നമ്മുടെ ഹൃദയത്തെ ഒക്കെ സംരക്ഷിച്ചു നിർത്തണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈമാനിൽ സ്ഥിരതയോടുകൂടി നിലനിൽക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه
ونؤمن به ونتوكل عليه اللهم صل وسلم على محمد وعلى آل محمد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ കീഴൊതുങ്ങി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ ഒരു ജാഗ്രത നമുക്കില്ലാതിരുന്നാൽ ഇസ്ലാമിൻ്റെ നന്മകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഒരു കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇതിനേക്കാൾ മോശമായ കാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നബിവചനം, ഒരു ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽഖാബിദി അലൽ ജം. ഒരു കാലം വരാനുണ്ട്, അന്ന് ദീനിന്റെ വിഷയത്തിൽ ക്ഷമ പാലിക്കുന്ന മനുഷ്യൻ കയ്യിലൊരു കനൽക്കട്ട പിടിച്ചവനെ പോലെ ആയിരിക്കും. കയ്യിലൊരു കനൽക്കട്ട, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീക്കട്ട കയ്യിൽ പിടിക്കാൻ എത്രമാത്രം ക്ഷമ വേണം. എന്നാൽ അതിനേക്കാൾ ക്ഷമ വേണം ഒരു കാലം വരുന്നു അന്ന് ഒരു മനുഷ്യൻ അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, അതിന് ക്ഷമ കാണിക്കാൻ. അങ്ങനെ ഒരു കാലത്താണ്, അതിന്റെ തുടക്കത്തിലാണ് എന്നൊരു പക്ഷേ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. ഇരുണ്ട രാത്രിയുടെ കഷണങ്ങൾ പോലെ കുഴപ്പങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലത്തിന് മുമ്പ് നിങ്ങൾ പ്രവർത്തനങ്ങളിൽ തിരക്ക് കൂട്ടി മുന്നേറിക്കൊള്ളുക. നേരത്തെ കിട്ടുന്ന അവസരങ്ങൾ നന്മകൾ ചെയ്യാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. കാരണം കുഴപ്പങ്ങൾ വരാനിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചാലും നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, അതിന് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കാലം, അത്തരം സാഹചര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ പരമാവധി നന്മകൾ പ്രവർത്തിച്ചു കൊള്ളുക. ആ കാലത്തിന്റെ അവസ്ഥ എന്താണ്? യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായിരിക്കുന്നു. ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് കാഫിറായിരിക്കുന്നു. യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയാ. ദുനിയാവിലെ ചില്ലറ തുച്ഛ വിഭവങ്ങൾക്ക് വേണ്ടി ദീനിനെ വിറ്റുകളയുന്ന അവസ്ഥയുണ്ടാകാൻ പോകുന്നു. നമ്മൾ പല കാര്യങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകുന്ന കാലങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീൻ, അതിൻ്റെ വില, ആ ഹിദായത്ത് അത് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുവാൻ, അതിൽ ക്ഷമ പാലിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അള്ളാഹുവിൻ്റെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി അവനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم انصرنا على القوم الكافرين والظالمين. اللهم لا تجعل في قلوب اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم تقبل منا رمضان. اللهم تقبل منا أعمال صالحاتنا في رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا من النار، اللهم اجعلنا من النار، اللهم اجعلنا من النار. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. وصلى الله على المرسلين والحمد لله رب العالمين.